T20 വേൾഡ് കപ്പിൽ പാകിസ്ഥാനെതിരെ 6 റൺസിന്റെ അവിശ്വസനീയ ജയം സ്വന്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യ. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 19 ഓവറിൽ 119 റൺസിന് ഓൾ ഔട്ടായി. അനായാസ വിജയം ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ ബാറ്റിംഗിനിറങ്ങി. എന്നാൽ 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 113 റൺസ് എടുക്കാനേ അവർക്ക് കഴിഞ്ഞുള്ളൂ. 4 ഓവറിൽ 14 റൺസ് മാത്രം വഴങ്ങി 3 വിക്കറ്റ് എടുത്ത ബുംറയാണ് ഇന്ത്യൻ വിജയത്തിന് നിർണായകമായത്. ഒരു ഘട്ടത്തിൽ ഇന്ത്യ പരാജയം മണത്തത് പാകിസ്ഥാന്റെ ടോപ്പ് സ്കോററായ റിസ്വാന്റെ ബാറ്റിംഗിലായിരുന്നു. ബുംറ എറിഞ്ഞ 15-ാം ഓവറിൽ 44 പന്തിൽ 31 റൺസ് എടുത്ത റിസ്വാൻ മടങ്ങി. അതായിരുന്നു കളിയുടെ ടേണിംഗ് പോയിന്റ്. പാകിസ്ഥാൻ അനായാസം ലക്ഷ്യം നേടുമെന്ന് കരുതിയ മത്സരമാണ് ഇന്ത്യൻ ബൗളർമാർ തിരിച്ചു പിടിച്ചത്. അവസാന ഓവറിൽ പാകിസ്ഥാന് ജയിക്കാൻ 18 റൺസാണ് വേണ്ടിയിരുന്നത്. പന്തെറിയാനെത്തിയത് അർഷദ്ദീപ് സിംഗ്. ആദ്യ പന്തിൽ തന്നെ 23 പന്തിൽ 15 റൺസ് എടുത്ത ഇമാദ് വാസിമിനെ താരം മടക്കി. 2-ാം പന്തിലും 3-ാം പന്തിലും ഓരോ സിംഗിൾ. 4-ാം പന്തിൽ നസീം ഷാ ബൗണ്ടറി നേടി. 2 പന്തിൽ ജയിക്കാൻ 12 റൺസ്. 5-ാം പന്തിൽ വീണ്ടും ബൗണ്ടറി. ഇതോടെ ഒരു പന്തിൽ വിജയലക്ഷ്യം 8 റൺസായി. അവസാന പന്തിൽ സിംഗിൾ മാത്രമാണ് നേടാനായത്. അങ്ങനെ ഇന്ത്യ 6 റൺസിന്റെ ഗംഭീര വിജയവും നേടി. ഇന്ത്യക്ക് വേണ്ടി ഹാർദിക് പാണ്ഡ്യ 2-ഉം അക്സർ പട്ടേൽ, അർഷദ്ദീപ് സിംഗ് തുടങ്ങിയവർ ഓരോ വിക്കറ്റും നേടി. കളിച്ച 2 മത്സരങ്ങളും തോറ്റതോടെ പാകിസ്ഥാൻ നില പരുങ്ങലിലായി. 2 മത്സരങ്ങളും ജയിച്ച ഇന്ത്യ ഗ്രൂപ്പിൽ 1-ാമതെത്തി. നേരത്തെ പാക് ബൗളർമാരായ നസീം ഷായും ഹാരിസ് റൌഫുമാണ് ഇന്ത്യയെ ചെറിയ സ്കോറിലൊതുക്കിയത്. ഇരുവരും 3 വിക്കറ്റ് വീതം വീഴ്ത്തി. ഇന്ത്യൻ ബാറ്റിംഗ് നിരയിൽ 3 പേർ മാത്രമാണ് 2 അക്കം കടന്നത്. 31 പന്തിൽ 42 റൺസ് എടുത്ത ഋഷഭ് പന്താണ് ടോപ്പ് സ്കോറർ. 13 റൺസ് എടുത്ത് നായകൻ രോഹിത് ശർമ്മ മടങ്ങിയപ്പോൾ 4 റൺസ് എടുത്താണ് വിരാട് കോഹ്ലി മടങ്ങിയത്. 20 റൺസ് എടുത്ത അക്സർ പട്ടേൽ മാത്രമാണ് പിന്നീട് 2 അക്കം കടന്നത്. മത്സരശേഷം ബാറ്റിംഗ് നിര ഫ്ലോപ്പായെന്ന് നായകൻ രോഹിത് ശർമ്മ തന്നെ പറഞ്ഞു. 140 റൺസെങ്കിലും സ്കോർ ചെയ്യണമായിരുന്നെന്നും താരം വ്യക്തമാക്കി. അതുകൊണ്ട് തന്നെ അടുത്ത മത്സരത്തിൽ സഞ്ജു സാംസണിനടക്കം ചിലപ്പോൾ അവസരങ്ങൾ ലഭിച്ചേക്കാം. ഓൾറൗണ്ടർ ശിവൻ ദുബെക്ക് പകരമായിരിക്കും ചിലപ്പോൾ സഞ്ജുവിന് അവസരം ലഭിച്ചേക്കുക. പാകിസ്ഥാനെതിരെ 9 ബോളുകൾ നേരിട്ട താരം 3 റൺസ് മാത്രമാണ് കണ്ടെത്തിയത്. രോഹിത് ശർമ്മയാണെങ്കിൽ അദ്ദേഹത്തിന് ബോളിംഗും നൽകിയില്ല. ഇതുപോലെ ബാറ്റിംഗ് നിര തകരുന്ന സാഹചര്യത്തിൽ മികച്ച ഒരു ബാറ്ററെ ഇന്ത്യക്ക് ഉൾപ്പെടുത്തേണ്ടി വരും. സഞ്ജുവിനെ പോലെയുള്ളവരെ ഇത്തരം സാഹചര്യത്തിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം. ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.